എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് ചേരുന്നവനല്ല. തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്ത ഒരുവനും എനിക്ക് ചേരുന്നവനല്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൽ ഉൾക്കൊള്ളുന്ന വലിയ വെല്ലുവിളികൾ ഈ വാക്കുകളിൽ ഉണ്ട്. അവനെ അനുഗമിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന തടസ്സങ്ങളും വെല്ലുവിളികളും അനവധിയാണ്. ഈ വെല്ലുവിളികളെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. ത്യാഗത്തിൻ്റെയും കഷ്ടതയുടെയും കുരിശിൻ്റെയും മാർഗമാണ് ശിഷ്യത്വം. പരിശുദ്ധ പൗലോസ്ലീഹ തീമോത്തിയോസിനോട് പറയുന്നത്, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ശിഷ്യത്വത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ ത്യാഗത്തിൻ്റെയും കഷ്ടതയുടെയും കുരിശിൻ്റെയും മാർഗത്തെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, ശിഷ്യത്വത്തിൻ്റെ ദൗത്യപാതയിൽ ഒരു ബന്ധങ്ങളും ബന്ധനങ്ങളാകരുത് എന്നാണ് തമ്പുരാൻ നമ്മെ ഓർപ്പിക്കുന്നത്. മുൻഗണന എപ്പോഴും ദൈവിക ദൗത്യ നിർവഹണത്തിനായിരിക്കണം. ആകയാൽ നമ്മുടെ ദൗത്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന കഷ്ടതയോ കുരിശോ എന്തു വന്നാലും പിന്മാറാതെ, പരിശുദ്ധ അപ്രയം പിതാവ് പറയുന്നത് പോലെ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അഗ്നിയോ വാളോ മരണമോ ജീവനോ എന്നെ പിരിക്കുകയില്ല എന്ന് ധൈര്യസമേതം പറയുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ നോമ്പനുഷ്ഠാനത്തിലൂടെ നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, യഥാർത്ഥമായി ഞങ്ങൾ നിന്നെ അനുഗമിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൗത്യ നിർവഹണത്തിന് വിലങ്ങുതടിയായി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അങ്ങയുടെ ഉത്തമ സാക്ഷികളായി തീരുവാൻ ഞങ്ങൾക്കിടയാകണമേ. ആമീൻ.